നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെ സന്തോഷവും ആശ്വാസവും തരുന്ന ഒരു വാർത്തയാണിപ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇപ്പോൾ 1600 രൂപ വീതമാണ് എല്ലാ ആളുകൾക്കും നൽകി വരുന്നത്. എന്നാൽ ഈ ഒരു സാമൂഹിക സുരക്ഷാ പെൻഷൻ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഇലക്ഷനിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ഇലക്ഷൻ പ്രഖ്യാപനമായി പ്രഖ്യാപിച്ചിരുന്നത് 1600 രൂപയിൽ നിന്നും 2500 രൂപയിലേക്ക് ഉയർത്തുമെന്നതായിരുന്നു. എന്നാൽ ഇതുവരെയായി ഈ ഒരു 1600 രൂപ തന്നെ വിതരണം ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്ത വർഷം ഈ ഒരു പെൻഷൻ തുക 2500-നടുത്തേക്ക് അല്ലെങ്കിൽ 1600 രൂപയിൽ നിന്നും വർദ്ധിപ്പിക്കുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അല്ലെങ്കിൽ സൂചനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നതിൽ ഒരു മാസത്തെ പെൻഷൻ തുക കൂടി കൂട്ടിച്ചേർത്തായിരുന്നു ഓണത്തിന് 3200 രൂപ പെൻഷൻ വിതരണം ചെയ്തത്. ഇനി 3 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത്. ഈ ഒരു തുകയിൽ ഒരു ഗഡു കൂടി ഈ വർഷം, അതായത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട്. പിന്നീടുള്ള 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക 2025 ആദ്യ മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം സംസ്ഥാനത്തെ 1600 രൂപ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തീരുമാനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അറിയിപ്പ് കൂടിയാണിപ്പോൾ വന്നിരിക്കുന്നത്. വിശദമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും. ദയവായി ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്